എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് എന്റെ ചെറുനാരങ്ങ ചെടിയുടെ അടുത്താണ്. അപ്പൊ ഈ ചെറുനാരങ്ങ ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ലെയർ ചെയ്ത പ്ലാന്റ് ഞാനിപ്പോ ഒരു ബക്കറ്റിൽ വെച്ച ചെറുനാരങ്ങയുടെ ചെടിയാണ് കണ്ട. നമ്മുടെ തന്നെ ചെറുനാരങ്ങ ചെടിയിൽ നിന്ന് ലെയർ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പൊ ലെയർ ചെയ്യണതും പിന്നെ ലെയർ ചെയ്ത് മാറ്റി നടേണ്ട വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ ഈ ചെറുനാരങ്ങയുടെ ഒരു പ്രത്യേകത കണ്ടില്ലേ, ഇത് വർഷം മുഴുവനും കായ്ക്കണ ഒരു വെറൈറ്റി ചെറുനാരങ്ങയാണ് കണ്ട. ഇതിപ്പോ നിറച്ച് കാഴ്ച നിങ്ങൾക്ക് അറിയാലോ ഇത് ലെയർ ചെയ്തത് എന്നാന്നൊക്കെ. ലെയർ ചെയ്തിട്ട് ഈ ബക്കറ്റിലേക്കൊക്കെ ആക്കിയതും അറിയാം. ഇതിൽ കണ്ടില്ലേ, ഇതിൽ ചെറിയ നാരങ്ങകൾ ഇങ്ങോട്ട് കായ്ച്ചു വന്നതണ്ട. ചെറിയ ചെറിയ നാരങ്ങകളുണ്ട്, ഫ്ലവർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വലിയ നാരങ്ങയുണ്ട്, വിളവെടുക്കാനായ നാരങ്ങയുണ്ട്, ഇടത്തരം നാരങ്ങയുണ്ട് കണ്ട. അപ്പൊ ഇതില് നമുക്ക് സീസണൊന്നുമില്ല, ഫുൾ ടൈം നാരങ്ങ കായ്ക്കണ ഒരു വെറൈറ്റിയാണ്. ഇതിൽ മുള്ള് കുറവാണ്. ഈ മുള്ള് കണ്ട, മുള്ളൊക്കെ വളരെ കുറവുള്ളൂ. മുള്ളുണ്ട് പക്ഷെ അതൊക്കെ വളരെ കുറവുള്ളൂ. ചില കമ്പിലൊന്നും ഒട്ടും തന്നെ മുള്ളില്ലെന്ന് പറയാം. നമുക്ക് ഇങ്ങനത്തെ ഒരു വെറൈറ്റി കണ്ട, ഈ കമ്പിലൊന്നും ഒട്ടും തന്നെ മുള്ളില്ല. അപ്പൊ ചില കമ്പിലാണ് നേരിയതായിട്ട് മുള്ളുള്ളത്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു നാരങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ ചെറുനാരങ്ങ മേടിക്കേണ്ടി വരൂല. അപ്പൊ നമുക്ക് കണ്ട നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള നാരങ്ങകളാണ് ഈ കാഴ്ച കിടക്കണതൊക്കെ. പിന്നെ കൊലകളായിട്ടൊക്കെ കാഴ്ചയൊക്കെ വേണ്ട. ഇതിലൊക്കെ വേറെ നാരങ്ങകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ വിളവെടുത്തോണ്ടിരിക്കണതാണ് കേട്ടാ. ഇതിൽ നിന്ന് മിക്ക ദിവസങ്ങളിലും വിളവെടുത്തോണ്ടിരിക്കുകയാണ്. പഴുക്കണനുസരിച്ച് വിളവ് എടുക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ നാരങ്ങയുടെ തൈകളൊക്കെ മേടിക്കാൻ കിട്ടും. നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒക്കെ നാരങ്ങ തൈ വെച്ചുപിടിപ്പിക്കാൻ നല്ലതാണ്. നമുക്ക് വലിയൊരു പരിചരണങ്ങളൊന്നും വേണ്ടാത്ത ചെടിയുള്ള ചെറുനാരങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ ഇതേപോലെ എപ്പോഴും കായ്ച്ചുകൊണ്ടിരിക്കും കണ്ട. ഇതേപോലത്തെ ഒരു ബക്കറ്റ് മതി. ഇതിപ്പോ ഈ ബക്കറ്റിലാ ഇത് നട്ടേക്കണത്. അപ്പൊ ഇതേപോലത്തെ ഒരു ബക്കറ്റ് നമുക്ക് ഇഷ്ടം പോലെ പെയിന്റിന്റെ ബക്കറ്റൊക്കെ ഇന്ന് മേടിക്കാൻ കിട്ടും. അപ്പൊ ഒരു പെയിന്റ് ബക്കറ്റിൽ വെച്ചാൽ മതി. ശരിക്കും പറഞ്ഞാല് ഒരു ചെറുനാരങ്ങയുടെ തൈ നമുക്കിത് അത്യാവശ്യത്തിന് നമുക്ക് പ്രൂൺ ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല കുറ്റിച്ചെടിയായിട്ട് നിൽക്കുള്ളൂ. നമുക്ക് ആവശ്യത്തിനുള്ള ചെറുനാരങ്ങ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചുപയോഗിക്കുകയും ചെയ്യാം. അപ്പൊ ഈ നാരങ്ങയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള നാരങ്ങയാണ്. പിന്നെ കുരു കുറവുള്ളൂ ഈ നാരങ്ങക്ക്. ഈ സാധാരണ ചെറുനാരങ്ങയുടെ പോലത്തെ കുരുവൊന്നും ഈ ചെറുനാരങ്ങയിൽ ഇല്ല. പിന്നെ തോലൊക്കെ വളരെ കുറവുള്ളൂ കേട്ടാ. നമുക്ക് അച്ചാർ ഉണ്ടാക്കാനും ജ്യൂസ് ഉണ്ടാക്കാനും എല്ലാത്തിനും നല്ലൊരു നാരങ്ങയാണിത്. നമുക്കറിയാലോ നമ്മുടെ വീട്ടിൽ ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന ചെറുനാരങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വീട്ടിലും ഒരു ചെറുനാരങ്ങയുടെ തൈ വെച്ചുപിടിപ്പിക്കുന്നത് നമുക്ക് നല്ലതാണ്. അപ്പൊ ഇതാണ് എന്റെ ചെറുനാരങ്ങയുടെ മദർ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്ലാന്റിൽ നിന്നിട്ടാണ് നമ്മൾ ലെയർ ചെയ്ത് തൈകളൊക്കെ ഉണ്ടാക്കിയത് കണ്ട. ഇത് കായ്ച്ച കിടക്കണ കണ്ടില്ലേ, ഇതിങ്ങനെ ഇഷ്ടം പോലെ കായ്ക്കണേണ് കണ്ട. ഇതില് ഫ്ലവർ ചെയ്യണ്ട് കണ്ട, ഇപ്പോഴും കണ്ട ഫ്ലവർ ചെയ്യണണ്ട. പിന്നെ അതേപോലെ തന്നെ ചെറിയ ചെറുനാരങ്ങ ആയി വന്നത് കണ്ടില്ലേ. പിന്നെ ഇടത്തരം നാരങ്ങ, വലിയ നാരങ്ങ, എപ്പോഴും നാരങ്ങ കണ്ട. ഇത് ഒരു കമ്പിലാണ് ഈ കിടക്കണ നാരങ്ങകൾ മുഴുവനും. ഇഷ്ടം പോലെ നാരങ്ങയാണ് കണ്ട. നമുക്ക് പറിക്കാനൊക്കെ എളുപ്പം, കാണാൻ തന്നെ എന്ത് നല്ല ഭംഗിയാന്ന് നോക്കി. ഇങ്ങനെ കൊലകളായിട്ട് കിടക്കണത് നല്ല ടേസ്റ്റി ഉള്ള നാരങ്ങയാണ്. കയ്പൊന്നുമില്ല. നമ്മൾ ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാല് കയ്പൊന്നും ഇല്ലാത്ത നാരങ്ങയാണ്. അത് കണ്ട, ഇതിന്റെ പ്ലാന്റ് ആണ്. അതിന്റെ കടഭാഗമാണ് ആ കാണുന്ന കണ്ട. അതിൽ നിന്നാണ് നമ്മ ഇത്രയും അന്ന് ലെയർ ചെയ്ത് വെച്ചതും പിന്നെ നമ്മ മാറ്റി നട്ടതൊക്കെ. ഇനിയും അടുത്ത വർഷം കണ്ട ഒരുപാട് ലെയർ ചെയ്യാനുള്ള കമ്പുകളൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ചെറുനാരങ്ങയൊക്കെയാണ് കണ്ട പഴുത്ത് താഴെ വീണെടുക്കണണ്ടില്ലേ. നമുക്ക് ഇതേപോലെ ഇപ്പൊ പൊക്കം വെച്ച് പോയാലും നമ്മുടെ ആവശ്യത്തിനുള്ള നാരങ്ങകളൊക്കെ നമുക്ക് ഇതേപോലെ വീണിട്ടു. നാരങ്ങ എന്ന് പറഞ്ഞൊരു പ്രത്യേകതയുണ്ട്. കിളികളും വാവലും ഒന്നും കൊണ്ടുപോകുകയില്ല. എത്ര നാരങ്ങ പഴുത്ത് മരത്തുമ്പോ കിടന്നാലും നമുക്ക് തന്നെ കിട്ടും പഴുത്ത് വീണിട്ട്. അപ്പൊ നമുക്ക് മദർ പ്ലാന്റിൽ നിന്ന് ലെയർ ചെയ്തെന്ന് വിചാരിച്ച് മദർ പ്ലാന്റ് കായ്ക്കാണ്ടൊന്നും ഇരിക്കൂല. ഇഷ്ടം പോലെ നാരങ്ങ കായ്ച്ചെടുക്കണ കണ്ടില്ലേ. നമുക്ക് ഈ പ്ലാന്റും നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഇനി അടുത്ത വർഷം ഒരുപാട് പ്ലാന്റ് വേറെ ലെയർ ചെയ്യാനുള്ള ചെറിയ തൈകൾ ഒരുപാട് കിട്ടുകയും ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മദർ പ്ലാന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ ലെയർ ചെയ്ത് തൈകളൊക്കെ ഉണ്ടാക്കാം. ലെയർ ചെയ്യണതിന്റെ ഒക്കെ വീഡിയോ ഞാൻ കറക്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേപോലെ ലെയർ ചെയ്തെടുത്ത ഒരുപാട് തൈകൾ കിട്ടുകയും ചെയ്യും. മഴക്കാലത്താണ് നമ്മൾ ലെയർ ചെയ്യേണ്ടത് കേട്ടാ. ഇപ്പൊ ജൂൺ മാസത്തിലൊക്കെ ചെയ്താൽ ഒരു മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് വളം കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നടുകയാണെങ്കിലാണ് ഇതേപോലെ എപ്പോഴും നമുക്ക് നിറച്ച് നാരങ്ങ കിട്ടണത്. അപ്പൊ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം നമ്മൾ ചെറുനാരങ്ങയുടെ തൈ നടാനായിട്ട്.
പിന്നെ നമുക്ക് എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, ചാണകപ്പൊടി ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് വർഷത്തിൽ ഒരു 3 പ്രാവശ്യം നമ്മ വളങ്ങൾ കൊടുക്കുക. നമുക്ക് സ്ലറി രൂപത്തിലുള്ള വളങ്ങളൊക്കെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചതൊക്കെ നമുക്ക് ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതേപോലെ ഫിഷ് അമിനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മ മറ്റുള്ള പച്ചക്കറികൾക്കും ഫ്രൂട്ട് പ്ലാന്റിനൊക്കെ നമ്മ ഒഴിക്കുമ്പോൾ അതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ബിവേറിയ കീടങ്ങൾക്കെതിരെ. കീടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇലകൾ, പ്രധാനമായിട്ട് ഇതിന്റെ ഇലകൾക്കാണ് പുഴുക്കേട് പോലെ വന്നത് ചെറുനാരകത്തിൻ്റെയൊക്കെ. ഇതിൽ കുഴപ്പമൊന്നുമില്ല. എന്നാലും നമുക്ക് ഇടയ്ക്ക് ബിവേറിയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ കീടങ്ങളുടെ ആക്രമണങ്ങളൊന്നും ഉണ്ടാവില്ല. പൊതുവെ കുറവാണ് ചെറുനാരകത്തിനൊക്കെ. പിന്നെ ഇലകൾക്കാണ് കംപ്ലൈന്റ് വന്നത്. അപ്പൊ എപ്പോഴും ഇങ്ങനെ ഫ്ലവർ ചെയ്ത് നമുക്ക് കായ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ചെറുനാരങ്ങയുടെ തൈ എപ്പോഴും നമ്മൾ നടണത് നല്ലത് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഒരു ചെറുനാരങ്ങ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പൊ കണ്ട, ഇതിപ്പോ നല്ല മൂത്ത ചെറുനാരങ്ങയാണ്. കണ്ട, പഴുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിന്റെ ഉൾഭാഗം കണ്ട, നല്ല ജ്യൂസി ആയിട്ടുള്ള നാരങ്ങയാണ്. കണ്ട, കുരുവൊക്കെ ഭയങ്കര കുറവാണ്, തോലൊക്കെ ഭയങ്കര കുറവാണ്, നല്ല ടേസ്റ്റ് ആണ്. നമുക്കിപ്പോ ജ്യൂസ് ഉണ്ടാക്കി നമുക്ക് മിക്സിയിൽ ഒക്കെ ഇട്ട് അടിച്ച് ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ തോലപ്പാട് ഇതിന് കയ്പൊന്നുമില്ല. സാധാരണ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ ചെറുനാരങ്ങക്ക് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നല്ല കയ്പായിരിക്കുള്ളൂ. ഇതിന് കയ്പൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങയാണ്. അപ്പൊ എല്ലാവരും ഇതിന്റെ തൈകളൊക്കെ മേടിച്ച് വെക്കണം. നഴ്സറികളിൽ നിന്നൊക്കെ നമുക്ക് ഇതിന്റെ തൈകളൊക്കെ മേടിക്കാൻ കിട്ടും. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.